നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ബീഫ് കറിയാണ്. അത് വീട്ടിൽ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് നമ്മളിന്ന് വീഡിയോയിൽ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ 700 ഗ്രാമോളം ബീഫ് എടുത്തിട്ടുണ്ട്. നമ്മളതിൽ 350 ഗ്രാം മാത്രമാണ് ഇന്നത്തെ കുക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതിൽ പകുതി നമ്മൾ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു മസാലയുടെ കണക്കിൽ ശരിക്കൊരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിടുക. ഇപ്പോൾ നമ്മൾ 700 ഗ്രാം ബീഫിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ്, കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഇതാണ് ഇടുന്ന മസാല. മഞ്ഞൾപ്പൊടി ഇടുന്നില്ല. 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂണോളം സോയാ സോസ്, അതിലേക്ക് കറിവേപ്പില, സവോള. ഇതിൽ സോയാ സോസ് ഓപ്ഷനിലാണ്. ഇതിൽ നമ്മൾ അല്പം വെജിറ്റബിൾ ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിൽ തിരുമ്മി മാറ്റി വയ്ക്കുകയാണ്. ഇതിൽ സോയാ സോസ് നമുക്ക് ഓപ്ഷനിലാണ്, ഒഴിക്കേണ്ടതിന് ആവശ്യമില്ല. നമ്മൾ കുറച്ച് ഡാർക്ക് കളറിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ. നമുക്കത് ഇല്ലയെന്ന് ഓർത്തൊരു പ്രശ്നവും നമ്മുടെ കറിക്ക് ഉണ്ടാവില്ല. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ബീഫിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ശരിക്കും വെള്ളം ഇറങ്ങും. കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് വളരെ കുറഞ്ഞ വെള്ളത്തിൻ്റെ അളവ് മതി. ഇത് നമ്മളൊരു 4 വിസിൽ കഴിഞ്ഞ് ഒരു അരമണിക്കൂറിന് ശേഷമാണ് ഇത് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. കുക്കറിൻ്റെ സൈസും ഫയറിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും ബീഫിൻ്റെയൊക്കെ നോക്കിയിട്ടാണ് വേവ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. എന്തായാലും 4 വിസിൽ വേണ്ടി വരും നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോഴും. ഇനി നമ്മളതിൻ്റെ ഗ്രേവി തയ്യാറാക്കാനായിട്ട് 3 ടേബിൾ സ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നല്ലോണം ചൂടായി വരുമ്പോൾ പെരിഞ്ജീരകം നമ്മൾ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി ചോപ്പ് ചെയ്ത്, 1 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചോപ്പ് ചെയ്ത്, ഇത് നമ്മൾ ഇട്ട് കൊടുത്ത് നല്ല ബ്രൗൺ കളറാക്കിയിട്ട് സോട്ട് ചെയ്യുകയാണ്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള വളരെ നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള പീസ് നമ്മൾ നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കുകയാണ്. അല്പം കൂടി ഓയിൽ ഒഴിച്ച് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യുകയാണ്. 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഓൾറെഡി ബീഫിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളതിൻ്റെ പകുതി ബീഫ് മാത്രമേ ഈ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബീഫ് കറി തയ്യാറാക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ 1.5 തക്കാളി എടുക്കുന്നുണ്ട്, മീഡിയം വലുപ്പത്തിലുള്ളത്. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഇതൊരു 10-15 മിനിറ്റോളം നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫുള്ള് ഓയിൽമയം മുകളിലേക്ക് പൊന്തി വരുന്ന അത്രയും നമ്മളൊരു 15 മിനിറ്റ് സോട്ട് ചെയ്തതിന് ശേഷം മീറ്റ് മസാലയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാല, 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണോളം കാശ്മീരി മുളക് പൊടി, ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന മസാല. അത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്യാണ്. ഓൾറെഡി നമ്മൾ ബീഫിൽ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ മസാലയിൽ പരമാവധി പൊടികൾ കുറച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ആ സ്റ്റോക്കോട് കൂടി തന്നെയാണ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ബീഫ് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെയും വെളുത്തുള്ളിയുടെയും എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ശരിക്കും സ്റ്റോക്കിൽ കിട്ടും. ആ സ്റ്റോക്കാണ് ശരിക്കും ഈ കറിയുടെ ശരിക്കും ടേസ്റ്റ് നമുക്ക് തരുന്നത്. അപ്പോൾ അതിൻ്റെ ഓയിലിൻ്റെ ഒരു ടെക്സ്ചർ എല്ലാം കറക്റ്റായിട്ട് തെളിഞ്ഞ് വരും. ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ കറക്റ്റായിട്ട് ഗ്രേവിയുടെ ടേസ്റ്റ് എല്ലാം ബീഫിലേക്ക് പിടിക്കും. അല്പം കൂടി സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ശരിക്കും നല്ലൊരു ഫ്ലേവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലും അതിൻ്റെ ഒരു ടേസ്റ്റും എല്ലാം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസ് കുരുമുളക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. പെരുംജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടി അല്ലെങ്കിൽ ഗരം മസാല, ഇതൊക്കെ ഓപ്ഷനിലാണ്, നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ തന്നെ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഫിനിഷ് ചെയ്യാവുന്നുള്ളൂ. ഇപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലുള്ള ബീഫ് കറി നമുക്ക് തയ്യാറായി കഴിഞ്ഞു. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ള ബീഫ് ഒരു 700 ഗ്രാമോളം ബീഫ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 350 ഗ്രാമോളം മാത്രമേ നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റേതായ ഒരു കൺഫ്യൂഷൻ മസാലയിൽ വരരുത്. മസാല നമ്മൾ കുറച്ച് കൂട്ടിയിട്ട് ഇട്ടിരിക്കുന്നത് ബോയിൽ ചെയ്യാൻ നേരത്ത്. അപ്പോൾ അതിൻ്റെ പകുതി അളവ് വെച്ചിട്ട് ബീഫും അതിൻ്റെ പകുതി മസാലയും നമ്മൾ ഈ മെഷറിങ് എടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതിൽ ആ ബീഫിൻ്റെ ഉള്ളിൽ കിടന്ന് ഈ വെളുത്തുള്ളിയും ഓയിൽ മയമായിട്ടുള്ളതും പിന്നെ സവാള എല്ലാം കൂടി കുക്ക് ആവുന്നതുകൊണ്ട് നമുക്ക് അത്രയും ടേസ്റ്റായിട്ട് കിട്ടുന്നത്. അതിൽ ഗരം മസാലയോ ജീരപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് കുറച്ചും കൂടി നല്ല ടേസ്റ്റായിട്ട് എടുക്കാം. ഇതൊരു നല്ല മെത്തേഡാണ്. എല്ലാവരും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യുക.